ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു വെറൈറ്റി ആയിട്ടുള്ള വെജ് ബിരിയാണിയാണ്. പാലക്കാടൻ ബിരിയാണിയാണ്. ഇതിൽ ചേർത്തിരിക്കുന്നത് വാഴപ്പൂവാണ്. ചിലയിടത്ത് കൊടപ്പൻ പറയും, ചിലയിടത്ത് വാഴക്കൂമ്പ് പറയും. എന്തായാലും കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. നല്ല എരിവും മസാലയുടെയോടെ ഒരു ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡായിട്ട് വരുന്നത് തൈര് ചട്നി, മല്ലിച്ചട്നിയാണ്. ഇനിയിപ്പോൾ വെറും വെജ് ബിരിയാണി ആയിട്ട് കഴിക്കാനുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു മുട്ട പുഴുങ്ങിയതും കൂടെ ഇതിലെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. വരും വീഡിയോയിലോട്ട് പോകാം. ബിരിയാണിക്കുള്ള മസാല ചതച്ചെടുക്കണം. ഇതിനായിട്ട് ഞാൻ 3 തടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, 4 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, ഇനി 4 പട്ട, അതുപോലെ തന്നെ ഏലക്ക എടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒരു ബിരിയാണി ചട്ടിയിലേക്ക് നമുക്ക് 1/2 കപ്പ് എണ്ണ ഒഴിച്ചെടുക്കാം. 100 നെയ്യ് എടുത്തിട്ടുണ്ട്, ഇതിൻ്റെ പകുതി ഒഴിച്ചെടുക്കാം. ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 4 സവാള നേരത്തെ അരിഞ്ഞ് 3 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴിച്ചിരിക്കുന്ന മസാല ചേർത്ത് ഒന്നുകൂടെ നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അടുപ്പിടിക്കാനും തോന്നുകയാണെങ്കിൽ തീ കുറച്ച് വെക്കാം. മസാല വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് കൂടുതൽ ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 4 തക്കാളി മിക്സിയിലിട്ട് അടിച്ച് ചേർത്തെടുക്കാം. ഇനി നമ്മൾ ചേർക്കുമ്പോൾ നല്ലൊരു കളറ് കിട്ടും കേട്ടോ. പിന്നെ വരെ വഴറ്റിയെടുക്കാം. മസാല നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വാഴപ്പൂ പൊടിയായിരുന്നു ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു 2 ക്യാരറ്റ്, ഒരു 10 ബീൻസ് പൊടിയായി അരിഞ്ഞത്, അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ പീസ് നേരത്തെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്ത് ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നു. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പം ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അതിന് 8 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് പോരാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യത്തിന് എരിവുണ്ട്, അപ്പോൾ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കണം. നന്നായിട്ട് തന്നെ തിളച്ച് വരണം. തീ കൂട്ടി വെക്കാം. അപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് അരമുറി നാരങ്ങ നീര് പിഴിഞ്ഞ് വെച്ച് വെക്കാം. ഇതിലേക്ക് നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന 4 കപ്പ് അരി ഇട്ടെടുക്കാം. ജീരകശാല അരിയാണേ. ചിലയിടത്ത് ഇതിനെ കൈമാങ്ങും പറയും. ഏകദേശം ഇത് നന്നായിട്ട് ഒന്ന് ഫില്ലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത്
ഇങ്ങനെയാണ് മൂടി വെച്ചെടുക്കാൻ പോകുന്നത്. ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറച്ച് സമയം കൂടെ ഇതുപോലെ തന്നെ വെക്കാം. ഈ ഒരു തിളച്ച് വരുന്നതിൽ തന്നെ അരി പകുതി മുക്കാലും വേവണം. അപ്പോഴേ നമ്മുടെ ബിരിയാണി കറക്റ്റായിട്ട് വരും. 5 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. അതുപോലെ തന്നെ ചോറും വേവിച്ചെടുക്കണം. തുറന്ന് നോക്കാം കേട്ടോ. ഇനി കുറച്ച് സമയം കൂടെ വെക്കാം. വെള്ളം ഒന്നും കൂടെ വറ്റട്ടെ. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കാനായിട്ട്. ഇതിൻ്റെ ഒരു സൈഡ് മാത്രമേ നമ്മളൊന്ന് നന്നായിട്ട് കത്തണം. ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ, ഒരുപോലെ വേവാനായിട്ട്. എനിക്കിതൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചോറിൽ ഏകദേശം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാനുള്ള സമയം കേട്ടോ. അപ്പോൾ ഇതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ചപ്പാത്തിക്കല്ലോ അല്ലെങ്കിൽ റൊട്ടിക്കല്ലോ വെച്ചെടുക്കാം കേട്ടോ. ഇരുമ്പിൻ്റെ തവ വേണം വെച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മുടെ ബിരിയാണി ചട്ടി വെച്ചെടുക്കാം. മല്ലിയില, പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളൊരു പുതിന ഇടാം കേട്ടോ. ഞാൻ അപ്പോൾ മല്ലിയില മാത്രമേ ഇട്ടിട്ടുള്ളൂ. നമുക്ക് ബാക്കിയുള്ള നെയ്യും കൂടെ വെച്ചെടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് ദം ചെയ്തെടുക്കാം. മേലെ ഒരു വെയിറ്റ് വെച്ചെടുക്കണ്ടേ. കണ്ണ് തുറന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ തക്കാളി അരച്ച് ചേർത്താൽ നല്ല കളർ വരും പറഞ്ഞിരുന്നു. ചെറുതായിട്ടൊരു മഞ്ഞ കളർ തോന്നുന്നുണ്ടോ? മഞ്ഞ കളർ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വാഴക്കൊമ്പിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ, അതുകൊണ്ടാട്ടോ. ഒന്നും കുഴപ്പമില്ല, കുറച്ച് കളറൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ സൈഡിൽ നിന്ന് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അടുപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അടിയിൽ നിന്ന് ഇളക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടൊക്കെ ഉണ്ട്. ഒരു 10 മിനിറ്റും കൂടെ വെക്കട്ടോ. 10 മിനിറ്റ് ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ. ആ മേലെയുള്ള ചോറൊക്കെ ഒന്ന് താഴെ പോയിട്ട് അതിൻ്റെ ആവി തട്ടി ഇതൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. നമ്മൾ വിറകടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ മേലെ കനലിടും. അപ്പം അത് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് സമയം കൂടെ വെക്കാം. ഒരു 10 മിനിറ്റായി, നമുക്ക് എടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുന്നു. അടുപ്പിടിച്ചിട്ടില്ല കേട്ടോ. എന്നെ വലിയ സമാധാനം.
നമുക്ക് സെർവ് ചെയ്യാനെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.